നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ജയറാം. അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനായ കാളിദാസ് ജയറാമിനെയും ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ്. കാളിദാസിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹം നടന്നത്. ഇപ്പോൾ കാളിദാസിന്റെ വിവാഹത്തിനായുള്ള തിരക്കിലാണ് ജയറാം. ഇപ്പോഴിതാ 10 ദിവസം മാത്രമേ വിവാഹത്തിനുള്ളൂ എന്നാണ് കാളിദാസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. പ്രണയിനി തരണിക്കൊപ്പമുള്ള ഫോട്ടോയും പങ്കുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നവംബറിലാണ് കാളിദാസും തരണിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നത്. ചെന്നൈയിൽ വെച്ചാണ് വിവാഹം നടക്കുക. ആദ്യ ക്ഷണക്കത്ത് നൽകിയത് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ്. കാളിദാസും കുടുംബവും ചെന്നാണ് സ്റ്റാലിനെ വിവാഹത്തിന് ക്ഷണിച്ചത്. ഡിസംബർ മാസം വേറെയും താരങ്ങളുടെ വിവാഹം നടക്കാനിരിക്കുകയാണ്. നാഗചൈതന്യ, ശോഭിത ധൂലിപാല വിവാഹം ഡിസംബർ 4-ന് ഹൈദരാബാദിൽ വെച്ച് നടക്കും. വിവാഹത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ താരകുടുംബത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. തമന്ന ഭാട്ടിയ, വിജയ് വർമ്മ വിവാഹം ഡിസംബറിൽ ഉണ്ടാകുമെന്നാണ് വിവരം. നടി കീർത്തി സുരേഷിന്റെ വിവാഹം ഡിസംബർ 11, 12 എന്നീ തീയതികളിലായി നടക്കുമെന്നാണ് വിവരം. ഇതിന് പിന്നാലെയാണ് കാളിദാസും തന്റെ വിവാഹ തീയതിയെക്കുറിച്ച് അറിയിച്ചിരിക്കുന്നത്. നേരത്തെയും നിരവധി താരങ്ങൾ വിവാഹത്തിനായി ഡിസംബർ മാസം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ബോളിവുഡ് താരങ്ങളായ പ്രിയങ്ക ചോപ്ര, ദീപിക പദുക്കോൺ, സോനം കപൂർ എന്നിവർ വിവാഹിതരായതും ഡിസംബറിലാണ്. കോയമ്പത്തൂർ ഊത്തുക്കുളിയിലെ വലിയ കുടുംബത്തിലാണ് തരണി ജനിച്ചതെന്നാണ് ചില റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുമാത്രമല്ല, ഒരു കാലത്ത് നാട് ഭരിച്ചിരുന്ന കുടുംബത്തിലെ ഇളമുറക്കാരിയാണ് കാളിദാസിന്റെ തരണി. 2021-ലായിരുന്നു തരണിയുമായി കാളിദാസ് പ്രണയത്തിലായത്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദധാരി കൂടിയായ തരണിയും കാളിദാസും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് ഇഷ്ടത്തിലാവുകയായിരുന്നു. തരണിയുടെ വീട്ടുകാർക്കും ബന്ധത്തിൽ എതിർപ്പില്ലാതെ വന്നതോടെയാണ് താരകുടുംബം വിവാഹത്തിലേക്ക് കടക്കാമെന്ന് തീരുമാനിക്കുന്നത്. താൻ അധികം സംസാരിക്കാത്ത ആളും തരണി നല്ലോണം സംസാരിക്കുന്ന ആളുമാണ്. അപ്പോൾ അത് ബാലൻസായി പോകുമെന്നാണ് പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ കാളിദാസ് വ്യക്തമാക്കിയത്. മാളവികയുടെ വിവാഹം പോലെ തന്നെ ജയറാം പാർവതി വിവാഹവും ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചായിരുന്നു. ജനസാഗരമാണ് അന്ന് ചടങ്ങിന് സാക്ഷിയാകാൻ ഒഴുകിയെത്തിയത്. സോഷ്യൽ മീഡിയയിൽ പോലും ഇല്ലാതിരുന്നിട്ടും ഇത്രയും ജനങ്ങൾ തീയതി മനസ്സിലാക്കി അവിടെ എത്തി. ഇരുവരുടെയും വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പത്രങ്ങളിൽ കൗണ്ട് ഡൗൺ വന്നു തുടങ്ങിയിരുന്നു. അത് കണ്ടാണ് ഗുരുവായൂരിലേക്ക് ജനം ഒഴുകിയെത്തിയത്. താലികെട്ട് സമയത്ത് ഇരുവരുടെയും മാതാപിതാക്കൾക്ക് പോലും മണ്ഡപത്തിന് അടുത്തേക്ക് എത്താൻ സാധിച്ചിരുന്നില്ലത്രേ. തീയതി മറച്ചുവെച്ച അവസാനം ഈ അവസ്ഥ കടനും വരരുതെന്ന് ആരാധകർ താരപുത്രനെ നേരത്തെ ഉപദേശിച്ചിരുന്നു. കാളിദാസ് പങ്കുവച്ച ചിത്രങ്ങൾക്ക് താഴെയായിരുന്നു ഇത്തരത്തിലുള്ള കമന്റുകൾ വന്നിരുന്നത്. അതേസമയം മലയാളത്തിൽ അത്ര സജീവമല്ലെങ്കിലും തമിഴ് സിനിമയിൽ കാളിദാസ് സജീവമാണ്. കാളിദാസിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. ധനുഷ് നായകനായി എത്തിയ രായനിലാണ് നടൻ ഒടുവിലെത്തിയത്. നിരവധി ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നും വിവരമുണ്ട്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.